എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഒന്ന് ഭയങ്കര തണുപ്പാട്ടോ. ഇന്നും അതെ. ഇപ്പം എന്താണെന്നോ, രാവിലെ എന്തേലും തോരൻ വെക്കാനും കറി വെക്കാനും എന്തേലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചെറിയ അടുക്കൽ തോട്ടത്തിലോട്ടൊന്ന് വന്നാട്ടോ. നോക്കാൻ ഓർത്തോണ്ട, കുറച്ച് ദിവസമായി എല്ലാം ഇതുണ്ടോ. ഒരു ദിവസം പോയില്ലെങ്കിൽ ഉടനെ നമ്മൾ നോക്കിയില്ലെങ്കിൽ ഇതിങ്ങനെയാണ്, മൂത്തുപോയി. ഇത് വേണേൽ പാകാൻ പറ്റുമായിരുന്നു അല്ലേ? പാകായിരുന്നു. ഇതുണ്ടോ, ഇത് ഇതുപോലെ മീറ്റർ വേറെ. അപ്പം എന്തായാലും നല്ല തണുപ്പ്. ഇപ്പം ഏതായാലും നല്ല കാലാവസ്ഥയാട്ടോ. എല്ലാം നടാനും അതിനൊക്കെ നല്ല കാലാവസ്ഥയായി പ്രാവശ്യത്തെ. ഇടയ്ക്ക് മഴ പെയ്യാതിരുന്നാൽ മതി. ഇതായിട്ടല്ലേ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാം കയറി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇതെന്താന്നോ, നടുവിന് ഇതായിട്ടിരിക്കും. അതാണ് ഇന്ന് പയ്യെ ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ മല്ലിയില, ആഫ്രിക്കൻ മല്ലിയില. സൂപ്പറാട്ടോ. മറ്റേ ആ ചെറിയ നമ്മൾ കടയിൽ നിന്ന് മേടിക്കല്ലേ, അതിലും നല്ല മണവും ഗുണവും ഒക്കെയുള്ള ഒരു സാധനം കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ ഞാനിത് നട്ടത് കാണിച്ചു. നട്ടല്ല, ഇത്ര ആയി കാണിച്ചില്ല. നട്ടതേ കാണിച്ചു. ഒരു മാസം കഴിഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞ ഞാൻ വെട്ടി കോവലും കാണിച്ചായിരുന്നു. കോവലൊക്കെ കായ്ക്കാൻ തുടങ്ങി കേട്ടോ. ഇതുണ്ടോ, രസമല്ലേ? നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനെ കൊടുക്കാനൊന്നുമല്ല, ഇത്തിരി സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി സാധനത്തിന് കടയിലൊന്നും പോകേണ്ടി വരികയില്ല. ചെറിയ തോരൻ ഇതുണ്ട്. ഈ വെണ്ടയൊക്കെ അന്നേരം പറിച്ചില്ല, കുറേ പോയി കേട്ടോ. വെണ്ടയല്ല, വെണ്ടയുടെ കായ് അത് പെട്ടെന്നുണ്ടല്ലോ, പറിച്ചു വെച്ചാൽ പോലും അത് കല്ലിച്ചു പോകും. മൂപ്പ് കൂടി മൂപ്പ്. ഇതുണ്ടോ, ചുമന്നതാ. 2 തൈ മേടിച്ചതാ. ഇത് വെണ്ടയാട്ടോ. അന്ന് 2 തൈയെ മേടിച്ചുള്ളായിരുന്നു. അതിന് കുറേ പറിച്ചതാ. പിന്നെ ഇത് കണ്ടോ, ഇതിനൊരു ഈ കളറുള്ള. മറ്റേയൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ പച്ചയൊക്കെ അല്ലേ നമ്മൾ സാധാരണ കാണുന്നത്. ഇത് പക്ഷേ ചുമലയാണ്. കുറേ പറിച്ചത്, അത് പോയതാ എന്നാൽ മഴ കൂടിയപ്പോഴൊക്കെ ശരിക്കും. അപ്പം രാവിലെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് രാവിലെ നോക്കി. അപ്പം പിന്നെ നമുക്ക് ആവശ്യമുള്ളതേ തോരനും ഒക്കെയുള്ള പറിച്ചെടുക്കുക. അന്നേരം പറിച്ചെടുക്കുക. അതാണ് ഏറ്റവും രസമുള്ള കാര്യം കേട്ടോ. ഇത് കണ്ടോ, ഇത് വേറൊരെണ്ണമാണ്. ഇതൊക്കെ അതിൻ്റെ അങ്ങോട്ട് ഇടപാട് തീരാറായതാ. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇതൊക്കെ ആയി വന്നു. വഴുതനയുണ്ടല്ലോ, ഇതുണ്ടോ, ഇതും പറിച്ചതാണ്. ഇത് കുറച്ചുകൂടിയൊക്കെ വലുതായോ കേട്ടോ. ഞാൻ പക്ഷേ ഇന്നെന്താന്നോ, തോരൻ വെക്കാൻ വേറൊന്നുമില്ല. ഇത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇതങ്ങ് പറിക്കാമെന്നോ. കത്രിക കൊണ്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല, അവർക്കും കുഴപ്പമില്ല. ഉണ്ടോ, ഇതുണ്ടോ, ഇത് ഞാനുണ്ടല്ലോ മുളക് ആവുമ്പം കാണിച്ചു തരാം. ഇതുണ്ടോ, നീല രസമുണ്ട്. അത് ഉണ്ടായി വന്നാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇതൊക്കെയാണ്. അപ്പം രാവിലെ ഇറങ്ങുവാണെങ്കിൽ എന്തേലും നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിക്കാമല്ലോ. ഇതാ. പിന്നെ ഇതുണ്ടോ, ഞാൻ ചുമ്മാ അതിൻ്റെ ഇടയ്ക്ക് ചെടികളൊക്കെ കൊണ്ടുവെക്കും. റോസ പൊക്കത്തിലുള്ളത് ഞാൻ ഇതുവരെയും കാണിക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, കാണിച്ചിട്ടില്ല അല്ലേ? ഉണ്ട്. ഉണ്ടോ, ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനത് അങ്ങോട്ട് അയച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു. പിന്നെ ഇതേ വെറുതെ ചേർത്ത് വന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും പറിച്ച് വെക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ എന്തുട്ടാ ഇതെന്നായിരുന്നു? ഇത് നമ്മുടെ എന്നായിരുന്നു? ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ? സ്ട്രോബെറി ആട്ടോ. സ്ട്രോബെറി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അവിടെ. അതൊന്ന് കാണിക്കുമോ? അവിടെ ഇവിടെയായിരുന്നു ഇന്നതേ. കുറേ ഉണ്ടായിരുന്നു, അത് പോയി. നമ്മളെ പെരപണി കാലത്തൊക്കെ മണ്ണെടുത്തിട്ട് അത് കുറേ ഉണ്ടായത്. കുറേ ചെറിയത് അല്ലേ, ചെറിയതായിരുന്നു. അതിൻ്റെ ഒരു തൈയായത്. ഇത് കണ്ടോ, സൂപ്പറല്ലേ? ഇത് വേറെ ഒരെണ്ണത്തിനകത്തോട്ട് പറിച്ചു വെച്ചാൽ മതിയല്ലേ, അവിടെ തന്നെ നിന്നാലും കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഒരു പരിപാടികൾ. ചെറിയ വീഡിയോ, ചിന്ന വീഡിയോ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു തമാശ. ബൈ. അപ്പോൾ ഇന്നത്തേനുള്ള എന്താണ് ചോറിനുള്ള കറികൾക്കുള്ളതൊക്കെ എടുത്തു. അപ്പം തിരിച്ചു വന്നപ്പോഴാണ്, അപ്പം ഞാനേ ഈ കാപ്പിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ചേമ്പ് പറിക്കുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ആ ചേമ്പാണ് ഞാൻ ഇന്ന് രാവിലത്തെ കാപ്പിക്ക് അതാട്ടോ. ഇത് കണ്ടോ, ചേമ്പ് ചിരണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചേമ്പ് ചിരണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഉച്ചക്കത്തെ കറിക്കുള്ളതും കൂടെ നോക്കാമെന്ന് വെച്ചാണ്. അന്നേരമാണ് ആ വീഡിയോയും എടുത്തോട്ടോ. അപ്പോൾ ശരിക്കും ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ആദ്യം, അത് കഴിഞ്ഞല്ലേ നമുക്ക് ചോറിനുള്ളത് വേണ്ടു. പിന്നെ തിരിച്ചു വന്ന് ഞാനിത് ചെയ്യുക. ഇത് കണ്ടോ, ചേമ്പ നമ്മുടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉള്ള പച്ചക്കറികളും ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടാക്കും. കുറച്ചൊക്കെ, എല്ലാം ഒന്നും നമുക്ക് പറ്റില്ല കേട്ടോ. സ്ഥല പരിമിതി കാണും, പിന്നെ ചില വയ്യായികളൊക്കെ കാണും. അതുകൊണ്ടൊന്നും നമുക്ക് എല്ലാം ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. എന്നാലും ചെറിയ ഇത്തിരി സാധനങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു ഭയങ്കര മാനസികമായിട്ട് വലിയ സന്തോഷം. അത് മാത്രമല്ല, മറ്റുള്ള അന്യ സംസ്ഥാനത്തിനെ ഒന്നും ഒത്തിരി നമ്മൾ ഒന്നിനും ആശ്രയിക്കേണ്ടി വരികയില്ല. ഒരാളിങ്ങനെ നോക്കി ഓരോരുത്തരും ഓരോ കുടുംബങ്ങളും ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് പച്ചക്കറിയിലും എല്ലാത്തിലും നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ കഴിയും കേട്ടോ. ഞാൻ അത്രയൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. വലിയ കൃഷികളൊന്നും ഇല്ല, ചെറിയത് ചിന്ന കൃഷി.